ഹല്ലേലൂയ. കർത്താവേ, കർത്താവിൻ്റെ സമാധാനം. ഹല്ലേലൂയ. കർത്താവെ, മഹത്വം. കർത്താവിന് സ്തുതിയും പുകഴ്ചയും. കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കർത്താവെ ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ എന്ന് ചിന്തിക്കുവാൻ കർത്താവെ അവിടുന്ന് തന്ന വചനം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 വചനം കർത്താവെ ചിന്തയ്ക്കായി എടുക്കുകയാണ്. കർത്താവെ, അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങിപ്പോയി, ഇതെല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകുക എന്നുള്ളത് ജീവിത രീതികളെ മാറ്റുന്നതും സംഭാഷണ രീതികളും പ്രവർത്തന രീതികളെയുമെല്ലാം മാറ്റുന്ന ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ ഭൗതിക ജീവിതത്തെ നയിക്കുവാൻ ഒരുവൻ ക്രിസ്തുവിലേക്ക് എടുക്കുന്ന ഒരു തീരുമാനം, ക്രിസ്തുവിനോട്, ക്രിസ്തുവിൻ്റെ വചനത്തോടും ദൈവരാജ്യത്തോടും സമർപ്പിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ഒരു പയറ് എടുത്ത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് വിതയ്ക്കുമ്പോൾ, വിത്തിടുമ്പോൾ ആ വിത്തിൻ്റെ, ആ പയറിൻ്റെ പുറം തണ്ടിൻ്റെ അകത്ത്, പുറം തോടിൻ്റെ അകത്ത് അതിൻ്റെ കാമ്പ് ഉണ്ട്. ആ കാമ്പ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വെള്ളം ലഭിക്കുകയും വായു അതെല്ലാം ലഭിച്ച് അതിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് വേരാണ്. മണ്ണിനടിയിലേക്ക് ആദ്യം വേരിറങ്ങും. അപ്പോൾ വേരിറങ്ങുക എന്നുള്ളത് അതിൻ്റെ ജീവൻ്റെ ആരംഭം ആണ്. അപ്പോൾ ആ പയറ് മണി ശരിക്കും അതിന് ഒരു രൂപാന്തരം വരികയാണ്. ഇതുപോലെയാണ് മനുഷ്യൻ ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വേര് ഇറങ്ങി ഭൂമിയിൽ വേരോടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മുകളിൽ അതിൻ്റെ ഇല നാമ്പിട്ട് വരുന്നത്. അപ്പോൾ ഇല തളിർത്ത് വരുന്നത് അതിന് ശേഷമാണ്. അത് മുകളിലേക്ക് വരുന്ന ഭാഗം ആ ഇല തളിർക്കുക. അപ്പോൾ അടിയിലേക്ക് ആഴമായി വേരിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് മുകളിൽ അതിൻ്റെ ഇല തളിർത്ത് വരുന്നത്. ഇതുപോലെ ഒരുവൻ ഈ ലോക ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ, ഇതുവരെ ജീവിച്ചിട്ടുള്ള രീതികളും പ്രവൃത്തികളുമെല്ലാം അത് നേരാവണ്ണമല്ല. ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞ് ദൈവവചനം, ബൈബിളിലെ വചനം അനുദിനവും വായിക്കുകയും ദൈവം നമ്മളെ നടത്തുന്നു, ദൈവം നമ്മളെ നയിക്കുന്നു, ദൈവമാണ് നമ്മളെ നടത്തേണ്ടത്, ദൈവത്തിലാണ് നാം ജീവിക്കേണ്ടതെന്ന തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ആ ഒരുവൻ ബൈബിൾ എടുത്ത് അനുദിനവും സമയം വേർതിരിച്ചുകൊണ്ട് സമയത്തെ മാറ്റിവെച്ച് അത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് വരുമ്പോൾ അത് വേരിറങ്ങുകയാണ്. ആത്മീയ തലത്തിലേക്ക് ഹൃദയത്തിൻ്റെ വേരിറങ്ങും. ആത്മീയതയുടെ വേര് നമ്മളിൽ നിന്നും അത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ തരത്തിൽ ഒരു പയറുമണി വേര് പിടിച്ചതിന് ശേഷം ഇല തളർത്തുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസവും ദൈവരാജ്യത്തോടുള്ള അതിയായ ആഗ്രഹവും കാരണം നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റം സംഭവിക്കും. നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടും. നമ്മൾ ഇതുവരെ സംസാരിച്ച രീതികൾ, ഇതുവരെ ചെയ്തിരുന്ന പ്രവൃത്തികൾ, ഇതുവരെ സമൂഹത്തിൽ നമ്മൾ എന്തായിരുന്നു, ഏത് രീതിയിൽ ജീവിച്ചിരുന്നു, അതെല്ലാം അവിടെ ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങുമ്പോൾ, ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ തുടങ്ങി നമ്മുടെ ആ ഭൗതിക തലത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു പുറന്തോട് പൊട്ടുകയാണ് ചെയ്യുന്നത്. പുറന്തോട് പൊട്ടി അതിൽ നിന്നും ആത്മീയതയുടെ, ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ശിശുത്വത്തിൻ്റെ പുതിയൊരു ഇല തളിർക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മുടെ സ്വഭാവം
നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ സകലതും ക്രിസ്തുവിലാകുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മളിൽ മാറ്റം വരുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് ഒരു പയറുമണിയെ ഞാൻ പറയാനുള്ള കാരണം. കാരണം പയറുമണി അത് ഇല തളിർത്ത് വന്നു കഴിഞ്ഞിട്ട് അത് ആ വിത്തായിരുന്ന പയറ് പൊട്ടി മുളച്ചതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ആ ഇല തളിർത്ത് വരുന്ന വളർച്ചയാണ് നല്ല ഫലം തരുന്നത്, നല്ല സമൃദ്ധിയായ വിളവ് തരുന്നത്. അപ്പം അതിൽ നല്ല അനേകം പയറുകൾ ഉണ്ടാകും. അപ്പം അത് നമ്മൾ അനേകരുടെ ആവശ്യം, നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് ഇടുന്നത് പോലെ ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വന്ന് ക്രിസ്തുവിലേക്ക് അടുത്തു നിന്ന് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മാറ്റം, ഹൃദയത്തിൻ്റെ മാറ്റം, ഹൃദയ പരിവർത്തനം, ഹൃദയ പരിച്ഛേദനം, ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു നിലവാരത്തിൽ ഒരു ആത്മീയതയുടെ, ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ, നല്ല ഹൃദയത്തിൻ്റെ, നല്ല ചിന്തയുടെ ഉടമസ്ഥനായി ആ വ്യക്തിയെ ദൈവവചനം വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും ആ ദൈവത്വത്തിൻ്റെ പാത പിന്തുടരുവാനായി നമ്മളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് വിശ്വാസ ജീവിതത്തെ തീരുമാനിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ യേശുവിന് ഹിതമായതും തെറ്റുകൾ പരസ്യമായി ചെയ്തിരുന്നതെല്ലാം ഉപേക്ഷിച്ച് പാരമ്പര്യമായ ആചാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വചനത്തിൽ ഉറച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മതം മാറ്റമല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റം. നമ്മൾ മതത്തിൽ ജീവിക്കുമ്പോൾ, മതപരമായ ജീവിതങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ലാത്ത ഒരു നിലവാരത്തിലാണ് നാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചത്. പക്ഷേ ഒരുവൻ ദൈവവചനം കയ്യിലെടുത്തുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും ജീവിക്കണമെങ്കിൽ അവൻ ആ പഴയ ജീവിതത്തെ മാറ്റേണ്ടിയിരിക്കുന്നു. പഴയ ജീവിതത്തെ ഉരിഞ്ഞുകളയണം. മനഃപൂർവ്വം തന്നെ പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് എനിക്കിനി ആ ജീവിതം വേണ്ട, എന്നിലെ ആ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെന്ന് പറയുമ്പോൾ അവിടെ ദൈവം നമ്മളെ സഹായിക്കുകയും ദൈവത്തിൻ്റെ കരം നമ്മളെ സ്പർശിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു രൂപാന്തരത്തിൻ്റെ ആരംഭം ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17:12 അബ്രഹാത്തോട് ദൈവം നൽകിയ ഒരു നിയമമാണ്, തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജ ഒക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയല്ലാത്ത അവനായാലും അന്യനോട് വിലക്ക് വാങ്ങിയവനായാലും പരിച്ഛേദന ഏൽക്കണമെന്ന് പഴയ നിയമത്തിലെ ഒരു നിയമമാണ് ദൈവം നൽകിയത്. അവിടെ ആ പരിച്ഛേദന അന്നത്തെ കാലത്ത് ശരീരത്തിലാണ് ചെയ്തിരുന്നത്. പരിച്ഛേദന എന്നുള്ളത് അഗ്രചർമ്മം ഛേദിക്കുക, പുരുഷപ്രജയൊക്കെയും ചെയ്യുക എന്നുള്ളത് അന്ന് ആ പഴയ കാലത്ത് ചെയ്തിരുന്ന ആ ഒരു രീതി, ദൈവത്തിൻ്റെ നിയമപ്രകാരം അനുസരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ചെയ്യണമെന്നുള്ള നിർബന്ധമായിരുന്നു, ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ശരീരത്തിലുള്ള ഒരു പരിച്ഛേദന കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരീര പരിച്ഛേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിധേയപ്പെട്ട് ലോകത്തിൻ്റെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാനസാന്തരമോ ഒരു കുറ്റബോധമോ ഏറ്റുപറച്ചിലോ ഇല്ലാത്ത ഒരു ജീവിതം. അത് തന്നെയാണ് പഴയ നിയമത്തിലെ ജനങ്ങളും ചെയ്തിരുന്നത്. ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കുന്നെങ്കിലും അവരുടെ ഉള്ളിൽ മാനസാന്തരമില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട കാരണം, നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരുന്നത്. ശരീരത്തിലൊരു മാറ്റം വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരണം, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം, നമ്മുടെ ഇഷ്ടങ്ങളിൽ മാറ്റം വരണം, നമ്മുടെ നോട്ടങ്ങളിൽ മാറ്റം വരണം, പ്രവൃത്തികളിൽ മാറ്റം വരണം. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ പുതിയ സൃഷ്ടി ആകണമെങ്കിൽ നമുക്ക് ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയെ നാം പിന്തുടരേണ്ടിയിരിക്കുന്നു.
അതിന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തു മാതൃകയായി ലോകത്തിൽ കാണിച്ചു തന്ന ഹൃദയപരിച്ഛേദന ലഭിക്കേണ്ടത് ആദ്യത്തെ പ്രവൃത്തി എന്താണ് എന്നുള്ളതാണ്. അതിൽ യേശുക്രിസ്തു നമുക്ക് മാതൃകാട്ടി തന്ന ഒരു കാര്യമുണ്ട്, സ്നാനം, ജലസ്നാനം, വെള്ളത്തിൽ സ്നാനം കഴിക്കുക എന്നുള്ളത്. അത് ദൈവവചനത്തെ തന്നെയാണ് ഈ വെള്ളമായി കാണിക്കുന്നതും ദൈവവചനത്തെ തന്നെയാണ് ദൈവിക ശക്തിയാൽ നമ്മളെ കഴുകപ്പെടുന്നതായി പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്നു എന്നുള്ളതിനാൽ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവടാണ് സ്നാനം എന്നുള്ളത്, ജലസ്നാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജലസ്നാനം എന്നുള്ളത് ചെയ്യേണ്ട നമുക്ക് തിരിച്ചറിവുള്ള പ്രായത്തിലാണ്. നമ്മൾക്ക് തെറ്റ് എന്താണ്, ശരി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അനുദപിക്കാനുള്ള പ്രായത്തിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, ദൈവവിശ്വാസത്തിൻ്റെ ഹൃദയപരിച്ഛേദന ഏൽക്കേണ്ട ഒരു പ്രവൃത്തിയാണ് സ്നാനം. അതിന് മത്തായിയുടെ സുവിശേഷം നമുക്ക് 3:13 മുതൽ 17 വാക്യങ്ങളൊന്ന് വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ നദിയിൽ അവൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ യേശു അന്ന് വന്നത് ഗലീലയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക്. ജനങ്ങൾ വിശ്വസിച്ചവർ, കാരണം യോഹന്നാൻ വിളിച്ചു പറയുന്ന സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത് ശബ്ദം കേട്ടിട്ട് അവരെന്ത് ചെയ്യണമെന്ന ചോദ്യത്തോടെ വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു കൊടുത്ത ദൈവികമായ നിശ്ചയത്തെ കേട്ടവർ, വിശ്വസിച്ചവർ സ്നാനമേറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടേക്ക് യേശു കടന്നു വരുന്നു. അപ്പോൾ യോഹന്നാൻ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ അവനെ വിലക്കി, യോഹന്നാൻ അവനെ തടയുകയാണ്. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ അറിയാം, ഇവൻ ദൈവമാണ്, ഇവൻ ദൈവത്വമുള്ളവരാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അപ്പോൾ ഞാൻ ഇവനിൽ നിന്ന്, അവൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്നവനാണ്. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് സ്നാനമേൽക്കേണ്ടവരാണെന്ന ആ ഉറച്ച ഒരു അറിവ്, വിശ്വാസം യോഹന്നാനുണ്ടാകും. യോഹന്നാൻ അവനെ തടഞ്ഞു. അപ്പോൾ യേശു അതിന് പ്രത്യുത്തരമായി പറയുകയാണ്. യോഹന്നാൻ സ്നാപകനോട് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ യോഹന്നാൻ യേശുവിനെ അനുവദിച്ചു. അപ്പോൾ യേശുവിൻ്റെ ആ മറുപടി, ഇത് ഇപ്പോൾ ഈ നീതി നിവർത്തിക്കേണ്ടത് ഉചിതമാണ്. അപ്പോൾ ഈ ദൈവിക നീതി, അതായത് സ്വർഗത്തിൽ നിന്നും വന്ന എനിക്ക് സ്വർഗീയമായൊരു നീതി ഇവിടെ നിറവേറ്റേണ്ടതുണ്ട്. കാരണം ഞാൻ ഇറങ്ങി വന്നതുപോലും ഈ ലോകരക്ഷയ്ക്കാണ്. അപ്പോൾ ഈ ലോകരക്ഷയ്ക്ക് ഞാൻ അധികം മാതൃക കാണിക്കണമെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. അങ്ങനെ യേശു വരികയും യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം അവനായി തുറന്നു. അപ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് യേശു കയറുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ പാരമ്പര്യപരമായൊക്കെ സ്നാനം എന്ന് പറയുന്നത് ശിശു സ്നാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിശു സ്നാനം എന്ന് പറയുമ്പോൾ ശിശുക്കൾക്ക് പാപമില്ലെന്ന് ദൈവവചനം പറയുന്നു. ശിശുക്കൾക്ക് പാപം ഏറ്റുപറയാൻ അറിയുകയുമില്ല. പാപം ആരേറ്റു പറയണം? സ്വയം ഏറ്റുപറയണം. പാപം, എനിക്ക് പാപം തെറ്റുപറ്റിപ്പോയി, പിതാവായ ദൈവമേ, എനിക്ക് എന്നോട് ഈ പാപം ക്ഷമിക്കണമേ എന്ന് നമ്മൾ സ്വയം പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മാത്രമേ സ്നാനം കൊണ്ട് നമ്മളിൽ മാറ്റമുണ്ടാകൂ. എങ്കിലേ നാം സ്വർഗരാജ്യത്തിനും ദൈവരാജ്യത്തിനും അനുസരിക്കുന്ന ഒരു ദൈവ പൈതലായി, ഒരു ദൈവത്തിൻ്റെ പുത്രനായി മാറുകയുള്ളൂ. അതാണ് ഇവിടെ ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിസ്തു വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി, യേശു യോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയാണ്. ചിന്തിക്കുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം തന്നെയാകുന്ന ക്രിസ്തു യോർദാൻ നദിയിലേക്ക് ഇറങ്ങി സ്നാനമേൽക്കുക എന്ന് പറയുന്നത് യോഹന്നാനാൽ സ്നാനമേൽക്കുന്നു. യോഹന്നാൻ്റെ അടുക്കൽ നിന്ന് സ്നാനമേൽക്കുന്ന ക്രിസ്തുവിനെ ഇത്രയും ജ്ഞാനിയും പരിജ്ഞാനവും ഉള്ളവരും
ദൈവവുമാകുന്ന ക്രിസ്തുവിൻ്റെ മേൽ ഒരിക്കലും ഈ നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ടല്ല സ്നാനം നൽകുന്നത്. മറിച്ച് സ്നാനം എന്നത് വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് സ്നാനം. കാരണം സ്നാനത്തെ കാണിക്കുന്നതിൻ്റെ കാരണം രൂപാന്തരം വരുന്ന മനുഷ്യൻ എന്തായിരിക്കണമെന്ന് ക്രിസ്തു തന്നെ മാതൃക കാണിച്ചു തരുന്ന ഒരു രീതി നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി നാഥനായി ദൈവമായി ഏറ്റെടുത്തുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങുക. അതായത് പാപം അനുദപിച്ചു കഴിഞ്ഞാൽ, ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ അതുവരെ ദേഹത്തിൽ ഹൃദയത്തിലും വസിച്ചിരുന്ന പാപത്തിൻ്റെ ഒരു ആത്മീയ മനുഷ്യനുണ്ട്, പാപാത്മാവിൻ്റെ മനുഷ്യൻ. അപ്പോൾ ഈ ആത്മീയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടുകൊണ്ട് പാപങ്ങളേറ്റു പറയുമ്പോൾ ആ പാപത്തിൻ്റെ ആത്മീയ മനുഷ്യൻ മരിക്കുന്നു. അവന് നാം കർത്താവിൻ്റെ ക്രൂശിനോട് ചേർത്ത് അവനെ കൊല്ലുകയാണ്, അവനെ മരിപ്പിക്കുകയാണ്. മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടക്കമാണ്. ഈ അടക്കത്തെയാണ് വെള്ളത്തിൽ മുങ്ങുന്നതായി കാണിക്കുന്നത്. അപ്പോൾ മാനസാന്തരപ്പെടുക എന്നുള്ളത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള നിയമമാണ്. സ്നാനപ്പെടുക എന്നുള്ളതും നമ്മുടെ പാപസംബന്ധമായ മനുഷ്യനെ നാം പുറത്താക്കുക, ഇല്ലായ്മ ചെയ്തുകൊണ്ട് അടക്കപ്പെടുന്നതിന് തുല്യമാണ് സ്നാനം. അപ്പോൾ വെള്ളത്തിൽ മുങ്ങുക. പിന്നീടോ പുനരുദ്ധാനം കൊണ്ട് ഒരു നിത്യജീവൻ്റെ അവകാശത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നു. വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നു, മുങ്ങി എഴുന്നേൽക്കുന്നതിനെ ഒരു പുനരുദ്ധാനമായി കാണിക്കും. പുതിയൊരു സൃഷ്ടിയുടെ പുതിയൊരു ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചാണ് ഈ എഴുന്നേറ്റ് വരുന്നതിനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ യോർദാൻ നദിയിൽ നിന്നും യേശു കയറി വരുന്നത്, വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോഴാണ് സ്വർഗം അവനായി തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുന്നതും അവൻ്റെ മേൽ പ്രകടമാകുന്നതും അവൻ കണ്ടു. യേശു പാപരഹിതനാണ്, യേശു ദൈവമാണ്, ദൈവത്വമുള്ളവനും ദൈവശക്തിയുമുള്ളവനാണ് യേശു. പക്ഷെ യേശു എന്തുകൊണ്ട് സ്നാനം ചെയ്തു എന്നുള്ള ചോദ്യം, യേശു ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ അത് ചെയ്ത് കാണിക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. കൽപ്പിക്കൽ, അതായത് നമ്മോട് കൽപ്പന തരിക മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനും നമ്മളെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി തരുന്നവനും എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ക്രിസ്തു സ്നാനമേറ്റത്. എങ്ങനെയാണ് സ്നാനമേൽക്കേണ്ടത്? ഈ സ്നാനമേൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്നുള്ളത് പ്രത്യക്ഷമായി ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ദൈവം നൽകിക്കൊടുത്തിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ആദ്യ പടിയാണ്. ആ ക്രിസ്തു സ്നാനമേറ്റ് ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ എന്താ സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു. പ്രാവിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് വസിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദമുണ്ട്. അപ്പോൾ യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം, ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വചനം. ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ ആത്മാവ് രൂപാന്തരപ്പെട്ടു, ദൈവത്തിൻ്റെ ആത്മാവ് രൂപാന്തരപ്പെട്ട് വചനമായി എഴുതപ്പെട്ടു. ആ വചനം തന്നെ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ആ വചനം തന്നെ ശരീരമായി ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യപുത്രനായതുകൊണ്ട്, ഭൂമിയിൽ മനുഷ്യപുത്രനായി ജനിച്ചതിനാലാണ് ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കാനുണ്ടാകുന്നത്. കാരണം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ഇവിടെ ദേഹരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. ദൈവം തന്നെയാണ് നമ്മുടെ മുമ്പിൽ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. നമ്മളെ വീണ്ടെടുക്കാനായി വന്നിട്ടുള്ളതും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ഒരു മനുഷ്യപുത്രൻ്റെ ശരീരം ധരിച്ചിട്ടുള്ള ദൈവം തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭത്തെ ഈ സ്നാനം കൊണ്ട് കുറിക്കുമ്പോൾ
യോഹന്നാൻ 1:31 മുതൽ 34 വാക്യങ്ങളിൽ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറയുന്നത്, ആത്മാവിന് പ്രാവ് പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവൻ്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യോഹന്നാന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം, ലോകത്തിലുള്ളവർക്ക് സ്നാനം നൽകുവാനുള്ളവൻ എന്ന് വ്യക്തമാക്കി. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 7:22 വാക്യത്തിൽ, മോശെ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കുകയാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബ്ബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. 23 വാക്യത്തിൽ, മോശയുടെ ന്യായപ്രമാണത്തിൽ നീക്കം വരാതിരിക്കുവാൻ ശബ്ബത്തിലും മനുഷ്യൻ പരിച്ഛേദന കഴിക്കുന്നു. എങ്കിൽ ഞാൻ ശബ്ബത്തിലൊരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? അപ്പോൾ ഈ ലോകത്ത് ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്നതായ ആരാധനാ ദിവസമാകുന്ന ഞായറാഴ്ച സ്നാനം കൊടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യാം. എന്നാൽ ക്രിസ്തു ഒരു രോഗിയെ സൗഖ്യമാക്കിയതിലാണ് ഈ സമൂഹത്തിലുള്ള മതനേതാക്കന്മാർക്കും മറ്റ് ഉയർന്ന പദവിയിലിരിക്കുന്നവർക്കുമൊക്കെ ഈർഷ്യയുണ്ടായി ശബ്ബത്ത് ദിവസം സൗഖ്യമാക്കിയതിനെ കുറിച്ച്. 20 റോമർ 2:28, പുറമെ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരത്തിൽ ചെയ്യുന്ന പരിച്ഛേദനയല്ല, പുറമേ ഉള്ളതല്ല. ഒരിക്കലും പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ ജഡത്തിലുള്ളവൻ പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ ആത്മാവിലുള്ള പരിച്ഛേദനയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്ന പഴയത് കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിൽ ഒരുവൻ വരുമ്പോൾ അവനെ മാനസാന്തരം വേണം, പശ്ചാത്താപം, മാനസാന്തരത്തോടെ പാപങ്ങൾ ഏറ്റുപറയണം. റോമർ 10:9 പറയുന്നത് പോലെ ആ ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്നും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവനെ സ്വന്തം രക്ഷകനായും ദൈവമായും ഹൃദയത്തിൽ ഏറ്റെടുത്ത് വായ കൊണ്ട് വിളിച്ചേറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുമെന്നും തിരുവചനത്തിൽ. അപ്പോൾ ഇവിടെ ക്രിസ്തുവിലേക്ക് വരിക, ക്രിസ്തുവിൽ ജീവിക്കുക, ദൈവവചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കുക എന്നുള്ളതൊരു മതം മാറ്റമല്ല, മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റമാണ്. സ്നാനത്തിലൂടെ ദൈവിക പദ്ധതിയിലൂടെ നിറവേറ്റപ്പെടുന്നത്. ഒരിക്കലും അതൊരു മതം മാറ്റമല്ല. മതം മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പാപത്തെ ഉപേക്ഷിക്കാതെ വേറൊന്ന് പ്രവർത്തിക്കുകയും വേറൊന്നിലേക്ക് പോവുകയും ചെയ്യുന്നതിനാണ് മതമാറ്റം എന്ന് പറയുന്നത്. ഒരിക്കലും ക്രിസ്തീയത, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ഒരിക്കലും ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു മതമല്ല. മനുഷ്യൻ്റെ രൂപാന്തരം വന്ന സ്നേഹമുള്ളൊരു സമൂഹത്തിലേക്കാണ് ക്രിസ്തു നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നത്. ക്രിസ്തു എന്നുള്ളത് ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശ്വാസത്താലുള്ള ഒരു ജീവിതവും നയിക്കുന്ന ഒരു കൂട്ടം ജനത്തെ മാത്രം, ഹല്ലേലൂയ, ഒരു കൂട്ടം ജനത്തെ മാത്രം നയിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതൊരു മതമല്ല, ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും കൂട്ടായ്മയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം. അത് ഒരിക്കലും ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു മതമാകുന്നില്ല, ക്രിസ്തീയത മതവുമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത്
നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടതും ആശ്രയിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള സത്യത്തെ വ്യക്തമാക്കി തരികയും അപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ വരുമ്പോൾ പുതിയ രൂപാന്തരപ്പെടുന്ന ഒരു സൃഷ്ടിയായി മാറുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്നും വ്യക്തമാക്കി തരികയും ചെയ്യുന്നതാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. സ്നാനം ശിശുക്കൾക്കുള്ളതല്ല, അത് പഴയ കാലത്ത് പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന പരിച്ഛേദനയാണ്. ആ പരിച്ഛേദനയല്ല സ്നാനം എന്ന് പറയുന്നത്. സ്നാനം പുതിയ ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുവിലൂടെ ആരംഭിച്ചതാണ് സ്നാനം എന്നുള്ളത്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ ജഡശരീരത്തിൽ ചെയ്യുന്ന പരിച്ഛേദന കൊണ്ട് ഒരു മാറ്റമോ മാനസാന്തരമോ ഏറ്റുപറച്ചിലോ ഇല്ല, മനുഷ്യൻ്റെ മനം തിരിയുന്നില്ല. അങ്ങനെയാണ് ക്രിസ്തുവിലൂടെ സ്നാനം നൽകി സ്നാനപ്പെടുന്നവർ പുതിയൊരു സൃഷ്ടിയായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ പ്രാർത്ഥനക്കാരായി മാറുന്നു. അവർ ദൈവവചനം വായിക്കുന്നു, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൂഹം എല്ലാം ഒരുപോലെ, എല്ലാ മനുഷ്യരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും ഒരേ രീതിയിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് എങ്ങനെ മുമ്പോട്ട് പോകണം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി മാറുകയാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ സ്നാനമേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന രൂപാന്തരം. സ്നാനം എന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ മാറ്റിപ്പണിയുക എന്നുള്ളതാണ്. അവൻ്റെ ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകൾ, അവൻ്റെ ഇച്ഛാശക്തി, അവൻ്റെ പ്രവർത്തന രീതികൾ എല്ലാം ക്രിസ്തുവിൽ മാറി പുതിയ രൂപാന്തരം വന്നവനായും സമൂഹത്തിൽ അവൻ നല്ല ഒരു ജീവിത രീതിയെ നയിക്കുന്നവനായി മാറുക എന്നുള്ളതാണ് പുതിയ സൃഷ്ടിയുടെ ആരംഭം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പയറുമണി മുളച്ച് ഇല തളർത്ത് അത് വളർന്ന് അതിൽ അനേകം പയറുകൾ ഉണ്ടാകുമ്പോൾ നമുക്കത് മനുഷ്യർക്ക് ഭക്ഷിക്കുവാൻ ഉതകുന്ന വിധം അത് ശേഖരിക്കുന്നു. ഇതുപോലെ നല്ലതിനെ തിരഞ്ഞെടുക്കുക, നല്ലതിനെ ചേർത്ത് പിടിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിലുള്ള സ്നാന ജീവിതം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തി അതാണ് ദൈവരാജ്യം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഹിതമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതും പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിളി, ആ പരമവിളിക്ക് യോഗ്യമാകുന്നു. നമ്മൾ ഓരോരുത്തരും ഈ വചനം സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ മാറ്റമാണ് ആഗ്രഹിക്കേണ്ടത്. ഹൃദയമാറ്റമാണ് എനിക്ക് ആവശ്യം. ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതമെല്ലാം ഈ സമൂഹത്തിനെതിരായി, എൻ്റെ കുടുംബത്തിന് നിന്നയായി, എൻ്റെ മക്കൾക്ക് നിന്നയായിരുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് നിന്നയായി തീർന്നു, ഞാൻ സമൂഹത്തിൽ വെറും ഒരു വിലയില്ലാത്തവനായി തീർന്നു എന്ന തിരിച്ചറിവുണ്ടായി മാനസാന്തരപ്പെട്ട് നേർവഴി നടക്കുവാൻ ദൈവവചനം എടുത്ത് അനുദിനവും വായിച്ച് നമ്മുടെ ഉള്ളിൽ നമുക്ക് രൂപാന്തരം തരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ആ വചനം നമ്മുടെ ഉള്ളിൽ വേരോടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങൾ എല്ലാം മാറുകയും ചിന്താകുലങ്ങളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ ഭാവനകളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ പ്രവൃത്തികളെ മാറ്റിക്കൊണ്ട്, നമ്മുടെ ഇച്ഛാശക്തിയെ മാറ്റിക്കൊണ്ട്, നമ്മുടെ നോട്ടങ്ങളെ മാറ്റിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ദൈവത്തിൻ്റെ ഹിതമാമുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ജീവിത രീതി ആയി മാറുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സ്നാനം. ആ ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭം, പുതിയൊരു സൃഷ്ടിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുകയാണ് നാം ചെയ്യുന്നത്. ഇതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സർവശക്തനെ അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഇന്ന് ചിന്തിക്കുവാൻ തന്ന തിരുവചന പ്രകാരം കർത്താവെ ഓരോരുത്തരും, കർത്താവിനെ കേൾക്കുന്ന ഓരോരുത്തരും കർത്താവ് ശരിയായ നിലവാരത്തിൽ അത് ഗ്രഹിക്കുവാനും ഈ വചനം കേട്ട് അനുസരിക്കുവാൻ, ഈ വചനത്തിന് കർത്താവെ ചെവി തന്നുകൊണ്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവായ ക്രിസ്തുവിൽ കർത്താവെ പുതിയ രൂപാന്തരം വന്നവരായി മാറേണ്ടതിനായി ഒരുക്കപ്പെടുവാൻ, ഹൃദയൊരുക്കമുണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും അവർ സ്പർശിക്കണമേ. കർത്താവ് ഇതുവരെ ആയിരുന്ന ജീവിത രീതികളെല്ലാം മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പുതിയൊരു ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം കർത്താവ് ഓരോരുത്തരെയും സ്പർശിക്കണം. ഇത് കേൾക്കുന്നവർ കർത്താവെ തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത രീതികൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ വലിയ മാറ്റമുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. സകലവും കർത്താവായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് കർത്താവെ
പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം ചെയ്ത് കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനം.